നമസ്കാരം. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് സിനിമയിലെ പീഡനവീരന്മാരെ സംരക്ഷിക്കുകയും അതിക്രൂരമായ പീഡന പരമ്പര തുടരാൻ അവസരം ഒരുക്കുകയും ചെയ്ത മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പവർ ഗ്രൂപ്പിലെ അംഗങ്ങളായ ജില്ലയിൽ നിന്നുള്ള 2 ജനപ്രതിനിധികൾക്കും എതിരെ കേസെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളം ആവശ്യപ്പെട്ടു. 30-ാം തീയതി 2019 ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 4.5 വർഷക്കാലമായി ഈ റിപ്പോർട്ടിന്റെ ഒരു കാര്യങ്ങളും അറിയുവാൻ പറ്റാതെ ഇത് പൂഴ്ത്തി വച്ചിരിക്കുകയായിരുന്നു കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രിയും അതുപോലെ മുഖ്യമന്ത്രിയും. ആർക്കു വേണ്ടിയാണ് സാംസ്കാരിക മന്ത്രിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് 4.5 കൊല്ലം പൂഴ്ത്തി വച്ചിരുന്നത് എന്നുള്ളത് കഴിഞ്ഞ 2 ദിവസമായി ആ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തൊട്ട് സാധാരണക്കാരായ 3.5 കോടി വരുന്ന കേരളത്തിലെ അഭ്യസ്ത വിദ്യരായ മുഴുവൻ ആൾക്കാർക്കും മനസ്സിലായിരിക്കുകയാണ്. സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് നമുക്ക് ബോധ്യമായി. ആ പവർ ഗ്രൂപ്പിലെ 2 അംഗങ്ങൾ അത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇവിടെ സംസ്ഥാന സർക്കാരിനെ വരെ സിനിമയിലെ പവർ ഗ്രൂപ്പ് നിയന്ത്രിക്കുന്നത് ഞെട്ടലാണ് ഉളവാക്കിയിരിക്കുന്നത്. ആ പവർ ഗ്രൂപ്പിലെ 2 അംഗങ്ങൾ, ഒന്ന് കൊല്ലം നിയമസഭയിൽ നിന്നുള്ള MLA M മുകേഷും അതുപോലെ പത്തനാപുരം MLA ഗണേഷ് കുമാറും. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ 136-ാമത്തെ പേജിൽ 78-ാമത്തെ പാരഗ്രാഫിൽ കൃത്യമായി പറയുന്നുണ്ട്, തിലകൻ എന്ന് പറയുന്ന മഹാനടനയിൽ അതുപോലെ മലയാള സിനിമയിൽ ഇംഗിതങ്ങൾക്ക് വഴങ്ങാത്തവരെ മലയാള സിനിമയിൽ നിന്ന് ബാൻ ചെയ്യുന്നതിന് ചുക്കാൻ പിടിച്ചത് ആത്മയുടെ പ്രസിഡന്റ് ആണെന്നാണ്. ആത്മയുടെ പ്രസിഡന്റ് അന്ന് ഗണേഷ് കുമാറായിരുന്നു. ആത്മയുടെ പ്രസിഡന്റ് ഇന്നും ഗണേഷ് കുമാറാണ്. അതിലൂടെ ഒരു കാര്യം ബോധ്യപ്പെടുന്നത് പവർ ഗ്രൂപ്പ് മലയാള സിനിമയിൽ മാത്രമല്ല കേരള സംസ്ഥാന സർക്കാരിനെ പോലും നിയന്ത്രിക്കുന്ന സ്ഥിതിയാണ് ഉളവായിരിക്കുന്നത്. ഇവിടെ എന്താണ് തെറ്റ്? ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് മുമ്പ് 14 കൊല്ലക്കാലങ്ങൾക്ക് മുമ്പ് തന്നെ തിലകൻ എന്ന് പറയുന്ന മഹാനടൻ ഈ കാര്യങ്ങൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നു. അന്ന് ആ മഹാനടനെ തെരുവിൽ നേരിട്ടുകൊണ്ട് കൈയും കാലും തല്ലി ഒടിക്കുമെന്നാണ് ഇന്നത്തെ ഗതാഗത മന്ത്രി കൂടിയായ ആത്മയുടെ പ്രസിഡന്റ് ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത്. അതാരും മറന്നിട്ടില്ല. ഇവിടെ കഴിഞ്ഞ ദിവസം KB ഗണേഷ് കുമാർ പറയുന്നത് കേട്ടു, ഇവിടെ താനൊരു ഇരയാണെന്ന്. താൻ എങ്ങനെയാണ് ഇരയെന്നുള്ളത് 14 കൊല്ലക്കാലം മുമ്പ് മലയാള സിനിമയിലെ മഹാനടനായ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഇതിനോടകം പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഈ സമരം ഒരു സൂചന മാത്രമാണ്. കൊല്ലം ജില്ലയിൽ നിന്നാണ് ഈ പവർ ഗ്രൂപ്പിലെ അംഗങ്ങൾ എന്നുള്ളത് വിളിച്ചു കാണിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലെ പൊതുസമൂഹത്തെ കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ ലുക്കൌട്ട് നോട്ടീസ് മാർച്ച് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ലുക്കൌട്ട് നോട്ടീസ് മാർച്ചിന് ശേഷം വരും ദിവസങ്ങളിലും അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായി യൂത്ത് കോൺഗ്രസ് പോകുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. ഇന്നത്തെ ഈ പ്രതിഷേധത്തിന് ഹേമ കമ്മിറ്റി വന്ന് 2ാമത്തെ ദിവസം തന്നെ ഇത്തരത്തിലൊരു വിഷയം കാണിച്ചുകൊണ്ട് ഈ കോക്കസിനെ കൊല്ലത്തെയും സംസ്ഥാനത്തെയും പൊതുസമൂഹത്തിന് മുമ്പിൽ കാണിക്കുവാൻ വേണ്ടി മുന്നോട്ടിറങ്ങി വന്ന ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ ലുക്കൌട്ട് നോട്ടീസ് മാർച്ച് വധിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. ജയ് യൂത്ത് കോൺഗ്രസ്.